പെണ്ണ് കേസ് എടുക്കുമ്പോഴേ ഈ ഒരു തീം ഉണ്ടല്ലോ, ഈ ഒരു സ്കാം, വിവാഹത്തോട് സംബന്ധിച്ചിട്ടുള്ള സ്കാം നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ഇപ്പൊ പണ്ട് ഇപ്പൊ ബോയിങ് ഉൾപ്പെടെ വിവാഹം അല്ലെങ്കിലും ഇതുപോലൊരു സ്കാം ആണല്ലോ. ബോയിങ് ഉണ്ട്, അതുപോലെ ഞാൻ അവനില്ലേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഇപ്പൊ ഈ നാഗേന്ദ്രൻ ഹണിമൂൺ, കുറെ സിനിമകൾ ഈ ഒരു തീമിൽ വന്നിട്ടുണ്ട്. വാട്ട് മേക്സ് പെണ്ണ് കേസ് ഡിഫറെന്റ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു പോകുന്ന കഥകളാണല്ലോ. ഇത് കുറച്ച് ഇതിൻ്റെ അകത്ത് പറ്റിക്കപ്പെടുന്ന ഒരു പെണ്ണിന് എന്തെങ്കിലും പറയാനുണ്ടാവുമോ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. എനിക്കതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് തോന്നിയത്. ബാക്കി ഇപ്പൊ എനിക്ക് നാഗേന്ദ്രൻ ഹണിമൂണിലൊക്കെ ഈ പറ്റിച്ചു പോകുന്നത് പുള്ളി ആയതുകൊണ്ട് ആ പറയുന്ന ഫീമെയിൽസിന്റെ എന്താ പറയാ ഇമോഷൻസും അതൊന്നും നമ്മളെവിടെയും കാണിക്കുന്നില്ലല്ലോ. അവരെന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊന്നുമില്ല. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണുങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ നിഖിലാവില് പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുടെ തൊട്ടാണെങ്കിൽ പോലും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് മറ്റേ ഞാനവനില്ലേ ആ സിനിമകളിലൊക്കെ പെൺകുട്ടികളെ പറ്റിച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് ആൺകുട്ടികളെ പറ്റിച്ച ഒരുപാട് കേസുകളുണ്ട്. അതിൽ വിവാഹ തട്ടിപ്പുകൾ നടത്തിയവരും സ്ത്രീകളും ഉണ്ട്. ഒരുപാട് ആൺകുട്ടികൾ പറ്റിക്കപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ചർച്ചയാവാറില്ല. എല്ലാം സ്ത്രീകൾക്കാണ് എല്ലാം, ഇത് ആണുങ്ങൾക്കൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇതുപോലെ ഒരുപാട് കേസ് വിവാഹ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ആ സിനിമ കാണിക്കുന്ന പോലെയൊക്കെ ആണുങ്ങളെയൊക്കെ പിടിച്ച് വഞ്ചിച്ചുകൊണ്ട് കിടക്കുന്നവർ നിരവധി പേരുണ്ട്, നിരവധി സ്ത്രീകളും ഉണ്ട്. പക്ഷെ ആരും ഇതൊന്നും ചർച്ചയാകാറില്ല.